ആദാബ്. ഇന്ന് ഞാൻ BA BScയുടെ സെക്കൻഡ് ലാംഗ്വേജ് അഥവാ കോമൺ കോഴ്സ് ഉറുദു അതിലെ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ള കനയ്യ ലാൽ കപൂറിന്റെ ദോ കോ ലഡാന എന്നുള്ള ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നോക്കാം കനയ്യ ലാൽ കപൂർ कौन थे वो उनके बारे में। कन्हैया लाल कपूर उर्दू अदब के एक मशहूर तंज़ो मिज़ाह निगार है। कन्हैया लाल कपूर कुछ പറയുമ്പോൾ അദ്ദേഹം ഉറുദു അദബ് के एक बहुत ही मशहूर तंज़ो मिज़ाह निगार है। ഒരു ഹാസ്യ രൂപേണ അവതരിപ്പിക്കുന്ന ആള്, ഒരു ഹാസ്യ രചയിതാവായിരുന്നു നമുക്ക് പറയാൻ പറ്റും, സാഹിത്യകാരനായിരുന്നു പറയാൻ പറ്റും. उनकी पैदाइश 1910 ईस्वी को लखनऊ पंजाब के गांव में हुई, के एक गांव में उनकी पैदाइश हुई। इब्तिदाई तालीम अपने गांव की, अപ്പൊ इब्तिदाई तालीम मींस प्राइमरी एजुकेशन। बाद मोगा से इंटरमीडिएट और लाहौर से BA MA के इम्तिहानात पास किए। तालीम से के बाद यानी तालीम खत्म करने के बाद, पढ़ाई खत्म करने के बाद उन्होंने जो में लेक्चरर और प्रिंसिपल वगैरह പ്രിൻസിപ്പൽ രഹേ. അപ്പൊ ഇങ്ങനെ പല കോളേജുകളിലും അദ്ദേഹം ലെക്ചറർ ആയിട്ടും പ്രിൻസിപ്പൽ ആയിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചു. उनका इंतकाल 1980 ईस्वी को हुए। फितरत इंसानी और ज़बान बयान के तौर तरीकों से वो बखूबी वाकिफ थे। അദ്ദേഹം ഈ ഒരു മനുഷ്യന്റെ പ്രകൃതി, ഫിത്രത്തെ ഇൻസാൻ മനുഷ്യന്റെ പ്രകൃതി, സ്വഭാവം, ശീലങ്ങള്, റുസബാനോ ബയാൻ അവതരണ രീതികള്, इसके जो तौर तरीकों से वो अच्छी तरह बखूबी अच्छी तरह वो वाकिफ थे। इसीलिए उन्होंने इंसान की आम कमजोरियों को मौजू बनाकर मिजाहिया अंदाज में पेश किया है. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം പൊതുവെ ജനങ്ങളിലൊക്കെ കാണുന്ന ജനങ്ങളുടെ കമിയോക്കോ കംസോരിയോക്കോ അവരുടെ കംസോരി എന്ന് വെച്ചാൽ പോരായ്മകള്, അവരുടെ വീക്ക്നെസ്സുകള്, उसको मौजू बनाकर उन्होंने मिजाहिया अंदाज में मिजाहिया हास्य रूपेण उन्होंने पेश किया है. इसीलिए हर जमाने में और हर मुकाम के लोग उनकी तसानीफ से बहुत लुत्फअंदोज हो रहे हैं. അതുകൊണ്ട് തന്നെയാണ് സ്ഥലകാലങ്ങൾക്കപ്പുറം उनके जो मज़ामीन को, उनकी तसानीफ को हर कोई पसंद करते हैं. इन्हीं फलसफे क़नात, कॉमरेड शेख चिल्ली, इनकम टैक्स, चीनी शायरी, गालिब जदीद शूरा के मजलिस में वगैरह उनके मशहूर मिजाहिया मज़ामीन है. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഹാസ്യ മസാമീനുകൾ. संगो खिश्त, शीशा तीशा, चंगो रुबाब, बालों पर नरम वगैरह उनकी अहम तसानीफ है. ये सब उनकी जो अहम किताबें हैं. ഇനി അദ്ദേഹത്തിന്റെ നമ്മുടെ ദോ കോ ലഡാന അതിനെ കുറിച്ചൊന്ന് നോക്കാം. ദോ കോ ലഡാന दो मुर्गियों या बटेरों का लड़ाना शोल हो सकता है, फन नहीं. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ പറയണത് ദോ മുറുകോക്കോ രണ്ട് കോഴികളെ തമ്മില്, നെയ്യ ബട്ടേരോക്കോ രണ്ട് പക്ഷി എന്താണ് ലഡാന ഷോൽ ഹോ സക്ത ഹെ, അതൊരു വർക്ക് കാര്യം, ഒരു ഈസി ജോലി ആയിരിക്കാം, പക്ഷെ എന്തല്ല ഓയൊക്കെ ഫൻ നഹി ഹെ, അതൊരു ആർട്ടല്ല എന്ന്. അപ്പൊ ദോ കോ ലഡാന എന്ന് പറഞ്ഞാൽ ദോ ആദ്മിയോക്കോ ലഡാന, രണ്ട് ആളുകളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്, രണ്ട് പേര് തമ്മിൽ എന്താണ് കലഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ തന്നെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ദോ മുർഗോ യാ ബട്ടേരോ കോ ലഡാന ഷോൽ നഹി ഹോ സക്ത, ഷോൽ ഹോ സക്ത ഹെ ലേക്കിൻ ഫൻ നഹി ഹോ സക്ത. അതൊരു ജോലി ആയിരിക്കാം, പക്ഷെ എന്താണ് അത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് നൽകുന്ന ഒരു സംഭവം ആയിരിക്കാം, പക്ഷെ എന്തല്ല അതൊരു ആർട്ടല്ല എന്ന്. എന്നിട്ട് പറയാണ് അൽബത്ത ദോ ആദ്മിയോ കോ ലഡാന खासकर जबकि वो हम प्याला व निवाला हो, दांत काटे रोटी खाते हो, यकीनन फन है. അതേസമയം അദ്ദേഹം പറയാണെന്ത് ദോ ആദ്മിയോക്കോ ലഡാന എന്നുള്ളത്, രണ്ട് മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്, അതും എങ്ങനെയുള്ള ആളുകളെ, ഖാസ്കർ ജബ്കി വോ ഹം പ്യാല വ ഹം നിവാല ഹോ, ഹം പ്യാല വ ഹം നിവാല എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം ഗഹരെ ദോസ് ലോകോക്ക് ബീച്ച് മേ ലഡാന എന്നുള്ളത്, അത്രയും അടുത്ത ഉറ്റ ആത്മമിത്രങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത്, അത് തമ്മിൽ കലഹിപ്പിക്കുക എന്നുള്ളത്, അഥവാ ദാന്ത് കാട്ടി റോട്ടി ഖാന, അതും ഗഹരി ദോസ്തി ഹോന എന്നുള്ളതാണ്. അത്രയും നല്ല അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ തല്ലിക്കുക എന്നുള്ളത് യഖീനൻ ഫൻ ഹെ, അത് തീർത്തും എന്താണ് ഒരു ആർട്ട് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പോ അദ്ദേഹം പറയുന്നത്
അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഇങ്ങനെ വന്നേക്കാം, कन्हैयालाल कपूर किसको एक फन मानते हैं? दो आदमियों को लड़ाना, खासकर जबकि वो हम प्याला व हम निवाला हो, दांद काटी रोटी खाते हो, यकीनन उसको एक वो फन मानते हैं. എന്നിട്ട് അടുത്ത് പറയുന്നു, ഇസ് ഫൻ കെ മോജിദ് നാരദ് മുനി ഹെ. അപ്പോ ഇസ് ആർട്ട് ഇസ് ദോ കോ ലഡാന എന്നുള്ള, അതും എങ്ങനെ ഗഹരെ ദോസ് ലോഗോ കെ ബീച്ച് മേ ലഡാന എന്നുള്ള ഈ ഒരു ആർട്ട്, ഇതിന് തുടക്കക്കാരൻ ആരാണ്? നാരദ് മുനി ഹെ, നാരദ മുനിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യോങ്കി उनका पसंदीदा शौल देवताओं और इंसानों को आपस में लड़ाना है. അപ്പൊ ഈ നാരദ് മുനിയെ കുറിച്ചാണ് പറയേണ്ടത്. ഈ നാരദ് മുനിക പസന്ദീദ ഷോൽ, പസന്ദീദ കാം എന്താണ്? ദേവതാओं और इंसानों को आपस में लड़ाना है. ദേവതമാരെയും അതുപോലെ തന്നെ മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുക, കലഹിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി, നാരദ മുനിയുടെ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചേക്കാം, നാരദ് മുനിക പസന്ദീദ ഷോൽ ക്യാ ഹെ? लेकिन नारद मुनि के अलावा एक और हस्ती भी इसी फन का इमाम माना जा सकता है. അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം, वो है बीजमालू. ഇവിടെ ചോദ്യം വന്നേക്കാം ഇങ്ങനെ, नारद मुनि का काम करने वाला एक हस्ती का नाम बताइए. അല്ലെങ്കിൽ ചോദിച്ചേക്കാം, बीजमालू क्या काम करता था. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? नारद मुनि के अलावा. അപ്പൊ ഇങ്ങനെ दो लोगों को बीच में लड़ाना എന്നുള്ള ഈ ഒരു കാം ചെയ്യുന്ന ആള് തന്നെയാണ് എന്ത്? ആരും बीजमालू. ये वही जानी पहचानी जमालू है जो अक्सर बुस में चिंगारी डालकर अलग खड़ी हो जाती है. ഇവരുടെ പണി എന്താണ്? ഇവരെന്ത് ചെയ്യും? അക്സർ മിക്കവാറും ബുസ് എന്ന് പറഞ്ഞ വൈക്കോല്, വൈക്കോൽ എന്താണ്? ഉസ്മേ ചിങ്കാരി ഡാൽക്കർ അലക് ഖടി ഹോ ജാത്തി ഹെ. അതിൽ തീക്കൊല്ലി ഇടാനേ അവരുണ്ടാകും, അതെ കണലിടാൻ അവരുണ്ടാകും, അല്ലെങ്കിൽ കത്തിക്കാൻ അവരുണ്ടാകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അലക് ഖടി ഹോ ജാത്തി ഹെ. എന്നിട്ട് ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? വിട്ടു നിന്ന് ഇത് കാണുന്ന ആളെ. എന്നിട്ട് അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്? ഈ ബുസ് ഷോലെ മേ ബുസ് മേ സെ ഷോലെ നിക്കലിനെ ലഗ്തേ ഹെ. അങ്ങനെ ഈ ഒരു വൈക്കോലുകൊണ്ട് കത്തി ഇങ്ങോട്ട് എന്താണ് ആളി കത്തുന്ന സമയത്ത് ബാലയം ബജാക്കർ അപ്പനി മുസറത്ത് കാ ഇസ്ഹാർ കർത്തി ഹെ. അവരെന്ത് ചെയ്യുന്നു? കൈയും കൊട്ടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അവര് കൈയും കൊട്ടിക്കൊണ്ട് അപ്പനി മുസറത്ത് കാ അപ്പനി ഖുഷി കാ ഇസ്ഹാർ കർത്തി ഹെ. ഇതാണ് നമ്മുടെ ബീജമാലു ചെയ്തിരുന്ന പണി. इस फन के लिए बड़ी रियासत की जरूरत है. അപ്പൊ എന്നിട്ട് പറയുന്നത്, ഈ ഒരു ആർട്ട്, ഈ ഒരു കല, ഇതിനെന്ത് ചെയ്യണം? വെറുതെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അല്ല. അതിനെന്ത് വേണം? बड़ी रियासत की, बड़ी मेहनत की जरूरत है. जब तक इन तमाम हरबों का हम गौर से मुताला न किया जाए जो नारद मुनि या बीजमालू दो को लड़ाने में इस्तेमाल करते हैं, कोई शख्स इस फन में मशाकी हासिल नहीं कर सकता. അപ്പൊ ഈ ഒരു ജോലി നന്നായിട്ട്, ഈ ഒരു ആർട്ട്, ഈ ഒരു കല നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതൊരു കലയാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? അതിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ബഡി റിയാസത്ത് കി, ബഡി മെഹനത് കി ജറൂരത്ത് ഹെ. ജബ് തക് ഇൻ തമാം ഹർബോं का, ഇങ്ങനെയുള്ള ഇതിൽ ഉപയോഗിക്കേണ്ട എല്ലാവിധ ആയുധങ്ങളിലും എല്ലാവിധ ഓരോ സ്റ്റെപ്പുകളിലും ഓർ കസെ മുതാല നഹി കിയാ ജായേ, നന്നായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജോ നാരദ് മുനിയ ബീജമാലു അഥവാ നമ്മളെ നാരദ് മുനിയോ ബീജമാലോ ഒക്കെ എന്താണ്? ദോക്കോ ലഡാനെ ഇസ്തിമാൽ കർത്തേ. ഇങ്ങനെ രണ്ടുപേരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളിലെ ഇതിന്റെ സ്റ്റെപ്പുകളിലെ ഒന്നും കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കോയി ഷഖ്സ് ഫൻ മേ മഷാക്കി ഹാസിൽ നഹി കർ സക്ത. ആരായാലും വേണ്ടില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ആർട്ടിൽ, ഈ ഒരു കലയിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇവിടെ രണ്ടുപേരെ തമ്മിൽ, അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേരെ തമ്മിൽ തല്ലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരും വേണം എന്ത് ചെയ്യാം? പല കാര്യങ്ങളിലും അവർക്ക് നല്ല ജ്ഞാനം, അറിവ് ഉണ്ടായിരിക്കണം, നിപുണത ഉണ്ടായിരിക്കണം എന്നർത്ഥം. സബ്സെ പഹല ഹർബയെ ഹെ, ആദ്യം അതിന് വേണ്ട എന്താണ്? जिन दो अशखास को आपस में लड़ाना चाहते हैं उन्हें अलहिदा अलहिदा यकीन दिलाते. ആദ്യം ചെയ്യേണ്ട എന്താണ്? जिन दो अशखास को, ഏതൊക്കെ രണ്ട് വ്യക്തികളെ തമ്മിലാണ് നമ്മൾ തല്ലിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉൻകോ ആപ്പസ് മേ ലഡാന ചാഹത്തെ ഹെ ഉന്നെ അലഹിദ അലഹിദ, സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ യഖീൻ ദിലാതെ, ഉറപ്പ് കൊടുക്കണം. ആപ്സെ ബഡ്കർ ഇൻ ദോനോ കാ ദുനിയാ മേ കോയി ബഡ ഖൈർ ഖ്വാഹ് നഹി. എന്നുവെച്ചാല് നിങ്ങളെക്കാളും വലിയ എന്താണ്? നിങ്ങൾ തെറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുക്കണത്? നിങ്ങളെക്കാളും വലിയ അവരുടെ രണ്ടുപേരുടെയും ആത്മമിത്രം വേറെ ആരും ഇല്ല എന്നുള്ള രൂപത്തിലേക്ക്.
അവരെന്ത് ചെയ്യണം? ഖൈർ ഖ്വാഹ് നഹി ഹെ, നിങ്ങളെക്കാൾ വലിയൊരു ഗുണകാംക്ഷി വേറെ ആരും ഇല്ല എന്ന രൂപത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ബഡേ ഖുലൂസ് കഹ്രഹി, അതുപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്ന ഓരോ കാര്യം അവരോടുള്ള ആത്മാർത്ഥതയോടെയാണ് പറയുന്നത് എന്നും. ദൂസര ഹർബ, ഇനി രണ്ടാമത്തെ ആയത് എന്താണ്? आप इन दोनों की किसी दुखती रग को छेड़ने की कोशिश करें. അവരെന്ത് ചെയ്യണം? ഇൻ ദോനോക്ക്, ഈ രണ്ട് പേരുടെയും എന്തിനാ കിസി ദുഃഖി രഘുക്കോ, അവർക്ക് എന്തെങ്കിലും ഉള്ള ഒരു വീക്ക്നെസ്സുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ അവർക്ക് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാകും. അതിനെന്ത് ചെയ്യണം? ഉസ്കു ചേടനേക്ക് കോഷിഷ് കരയും, അതിനെ തന്നെ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണം? അവരുടെ വീക്ക്നെസ് അതിനെ തന്നെ പിടിക്കണം. അതിനെന്ത് ചെയ്യണം? ഒന്നുകൂടി വ്രണപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. इस ज़िमन में याद रखें कि हर शख्स की कोई न कोई दुखती रग जरूर होती है. എന്നിട്ട് പറയാണെന്ത്? ഏതൊരു വ്യക്തിയിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് തീർത്തും ഉണ്ടായിരിക്കും. അതായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. किसी की ये के जिस इज्जत का वो मुस्तहिक है उसे महरूम रखा जा रहा है. ചിലപ്പോൾ എന്തായിരിക്കും? അവർക്ക് ചിലപ്പോൾ ചില അഭിമാനങ്ങള്, ചില പ്രശസ്തി ആയിരിക്കും, അവർക്ക് അർഹതപ്പെട്ടതായിരിക്കാം. ഉസ്സെ മഹ്റൂം രഖാ ജാ രഹാ ഹെ, അവരെ നമുക്ക് ബോധ്യപ്പെടുത്തണത് നിങ്ങൾക്ക് അത് തരാതിരിക്കുകയാണ്, നിങ്ങൾക്ക് മനഃപൂർവ്വം തരാതിരിക്കുകയാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വരുത്താൻ പറ്റണം. കിസി ഓർ കി, ഇനി ചില ആളുകളുടെ എന്തായിരിക്കും കേസ്? ഉസ്കെ സബ് അഹ്ബാബ് ഇഹ്സാൻ ഫറാമോഷ് വാഖി ഹുയേ ഹെ. എന്താണ് അവര് ബോധ്യപ്പെടുത്തേണ്ടത്? എന്താണ് അവരെങ്ങനെയായിരിക്കും? അവരുടെ എല്ലാ സുഹൃത്തുക്കളും എന്താണ്? ഇഹ്സാൻ ഫറാമോഷ്, അവർക്ക് എന്താണ്? അവർക്ക് നന്ദി ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. और किसी की ये के लोग उसे बिला वजह हसद करते हैं. ചിലരുടെ എന്തായിരിക്കും? നിങ്ങളോട് അസൂയാണ് അവർക്കൊക്കെ എന്നുള്ള എന്ത് ചെയ്യണം? അതായിരിക്കും തോന്നിപ്പിക്കേണ്ടി വരിക. തീസര ഹർബ, അപ്പൊ ഈ ഒരു പഹല ഹർബ, ദൂസര ഹർബ, തീസര ഹർബ, ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. പരീക്ഷ ചിലപ്പം വന്നേക്കാം. തീസര ഹർബ യേ ഹെ കെ ജബ് വോ ദോനോ ലഡ്നെ പർ ആയേ തോ, അങ്ങനെ ഇവർ രണ്ടുപേരും തല്ലാൻ വേണ്ടിയിട്ട് കലഹിക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ആ സമയം കലമ്പാൻ വേണ്ടി വരികയാണെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം? ആയത്തോ ആപ് ചുപ് കേസെ ഖിസക് ജായ, അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് ഖിസക് ജായ, എസ്കേപ്പ് ആവണം. എങ്ങനെ? ആപ്പോ ഏക് ലഖ്ത് കോയി ജറൂരി കാം യാദ് ആ ഗയാ, നിങ്ങൾക്ക് അന്നേരം എന്തോ കാര്യം ഓർമ്മ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അവിടുന്ന് പെട്ടെന്ന് അപ്പൊ ഒരു കാര്യം എന്ത് ഓർമ്മ വന്നു, ഒരു അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എല്ലാം കൂടെ സ്കിപ്പ് ആവണം. ഇസിലിയെ ഇജാസത്ത് ചാഹത്തെ ഹെ, അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ടും എല്ലാം അങ്ങോട്ട് എസ്കേപ്പ് ആവണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ തീർത്തും എപ്പോഴും രണ്ടുപേരെ തമ്മിൽ കലഹിക്കുന്നതില് ആ ഒരു കലയിൽ നമ്മൾ വിജയിയാവണമെങ്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നെന്താണ്? അപ്പോ ഇങ്ങോട്ട് ചോദിച്ചിരിക്കാം, ദോ കോ ലഡാനെ കെ ലിയെ किन किन हरबों का इस्तेमाल किया जाता है या किन किन हरबों में महारत हासिल होनी चाहिए. आपको ഒന്നാമത്തെ എന്താണ്? जिन दो अशखास के बीच में लड़ाना चाहते हैं उनको अलग अलग यकीन दिलाएं कि आपसे बढ़कर उनका कोई खैर ख्वाह या दोस्त नहीं है. ഒന്നാമതാണ്. और അതിന്റെ കൂടെ തന്നെ എന്താണ്? आप जो कह रहे हैं वो बड़े खुलूस के साथ उनकी अच्छाई के लिए कह रहे हैं എന്നുള്ളത്. രണ്ടാമതാണ് എന്ത്? आप उन दोनों की किसी दुखती रगों को छेड़ना चाहिए. हर किसी की कोई ना कोई दुखती रग हो सकती है. कभी क्या हो सकता है? कभी उनके वो जिस इज्जत के लिए वो मुस्तहिक है, हकदार है, उससे वो उनको नहीं मिल रहा है या उनको नहीं दिया जा रहा है. രണ്ടാമത്തെ എന്താണ്? वो എന്താണ്? अगर वो कोई उनके तमाम तर दोस्तों क्या है? वो एहसान फरामोश है और എന്താണ്? कुछ लोग उनसे क्या है? बिला वजह हसद करते हैं. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്താം. തീസര എന്താണ്? അങ്ങനെ ഇവരെ ഒരു കലഹത്തിന് വേണ്ടിയിട്ട്, പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാല്, അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മെല്ലെ എന്ത് ചെയ്യണം? आप ये कहकर वहां से निकल जाएं कि आपको कोई जरूरी काम याद आ गया और इसीलिए दोनों से इजाजत मांगते हैं. അപ്പോ ഇതാണ് ഇതില് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത പറയുന്നു, आम तौर पर देखा गया है कि दो अशखास को लड़ाने में नारद मुनि या बीजमारू का जरूर हाथ होता है. ഇനി അടുത്ത പറയുന്നത്, ആം തോർ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണ്? ദോ അഷ്ഖാസ് കോ ലഡാനെ മേ, രണ്ട് വ്യക്തികളെ തമ്മിൽ തല്ലിക്കുന്നതിൽ നാരദ് മുനി അല്ലെങ്കിൽ എന്താണ്? യബീജമാലു,
का जरूर हाथ होता है. ഇങ്ങനെ ഒന്നുകിൽ നാരദ മുനി അല്ലെങ്കിൽ ബീജമാവിന്റെ റോള് കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മിസാൽ കെ തൗർ പർ ഉദാഹരണം പറയുന്നത് ഘോഷ് ബാബു ഓ ഗുപ്ത ബാബു, നമ്മളെ അവർ രണ്ടുപേരും എന്താണ് ഏക് ദഫ്തർ മേ ക്ലാർക്ക് है. അപ്പൊ ഒരു ക്ലർക്കാണ് ആര്, ക്ലർക്കുമാരാണ് ആര്, നമ്മുടെ ഘോഷ് ബാബുവും ഗുപ്ത ബാബുവും. ഇവർ രണ്ടുപേരും എവിടെയാണ്, ഏക് ദഫ്തർ മേ, ഒരേ ഓഫീസിൽ. ഇവർ രണ്ടുപേരും എങ്ങനെയായിരുന്നു, ദോനോ പക്കിയ ദോസ്ത്, രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. യാനി ഏക് ദൂസരെ പർ ജാൻ ചടക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവൻ അടിക്കാൻ വരെ ത്യജിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ. ഉസി ദഫ്തറിനെ ഭട്ടാചാര്യ ബി കാം കർത്താ ഹൈ, അതേ ഓഫീസിൽ തന്നെ ആരും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഭട്ടാചാര്യയും വർക്ക് ചെയ്യുന്നത്. ജോ നാരദ് മുനിക്ക് നുമായിന്ദഗി കർണമേ യദ്ദൂല രഖ്തേ ഹൈ, യദ്ദൂല മീൻസ് മഹാരത് രഖ്തേ ഹൈ. അപ്പൊ അയാളാണ് ഇവിടെ നാരദ് മുനിയുടെ നുമായിന്ദഗി, റെപ്രസെന്റേറ്റീവ്. അപ്പൊ അയാളാണ് ഇവിടെ നാരദ് മുനിയുടെ റോള് അഭിനയിക്കുന്നത്. ഏക് ദിൻ ഭട്ടാചാര്യ ഘോഷ് ബാബു കെ കമരെ മേ ആതാ ഹൈ. അങ്ങനെ ആ റോള് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു ദിവസം എന്ത് ചെയ്യണം, ഭട്ടാചാര്യ എന്ത് ചെയ്യാണ്, ഘോഷ് ബാബുവിന്റെ കമരയിലേക്ക്, റൂമിലേക്ക് വരുന്നു. എന്നിട്ടോ എന്നിട്ട് പറയണത് അപ്പന സമജ്കെ ഏക് ബാത് കഹനാ ചാഹതാ ഹൂം ബുരാ തോ നഹീ മാനോഗേ. എന്നിട്ട് പറയണത് അപ്പന സമജ്കെ, ഞാൻ എന്റെ സ്വന്തക്കാരൻ എന്നുള്ള രൂപത്തിൽ പറയാണ്, സ്വന്തം ആളെന്നുള്ള രൂപത്തിൽ പറയാണ് കേട്ടോ. എന്തേ കെ ആ ബുരാ തോ നഹീ മാനോഗേ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്, ആ ഉസേ ബുരാ തോ നഹീ മാനോഗേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ മോശം എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഇങ്ങനെ പല ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളാണ് എന്ത്, ആളുകൾ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ട് കൂട്ടിത്തരും എന്നുള്ളത്. അപ്പൊ ഇയാൾ കേട്ടപ്പോ ഇയാൾ പറഞ്ഞത് നെഹി ബുരാ മാനിക്ക് ക്യാ ബാത് ഹൈ ഷൗഖ് സെ കഹിയേ, നിങ്ങൾ എന്താ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ നിങ്ങൾ പറഞ്ഞോളി, എന്താണ് നിങ്ങൾക്ക് പറയാം. നമ്മൾ കേൾക്കണോ വേണ്ടേ, അത് നമ്മൾ എന്ത് ചെയ്യും, അല്ല മീൻ ഞാൻ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയില്ല നമ്മള്, നിങ്ങൾ പറഞ്ഞോളി. पहले ये बताइए कि गुप्ता बाबू से कुछ न्याय इत्तेफाकी तो नहीं हो गई. അപ്പോ ഘോഷ് ബാബുനോട് ചോദിക്കുകയാണ് എന്ത്, ഗുപ്ത ബാബു സെ കുച്ച് ന്യായ് ഇത്തിഫാഖി, ന്യായ് ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ യോജിപ്പ്, ന്യായ് ഇത്തിഫാഖിയാണ് വിയോജിപ്പ്. അപ്പോ ഗുപ്ത ബാബുമായിട്ട് യാതൊരു വിയോജിപ്പൊന്നും ഇല്ലല്ലോ എന്ന്, തമ്മിൽ ചർച്ചയൊന്നും ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. പറയണത് ബിൽക്കുൽ നഹി, ഇല്ലല്ലോ യാതൊരു പ്രശ്നമില്ല. എന്നിട്ട് ഇയാൾ പറയണത്, നമ്മളെ ഭട്ടാചാര്യ പറയണത് ബടെ താജ്ജുബ് കി ബാത് ഹേ तो फिर मामला क्या है, ഭയങ്കര പിന്നെന്താണ്, ഇങ്ങനെ ഒരു ബടി താജ്ജുബ് കി അജീബ് ബാത് ഹേ, ഭയങ്കര ആശ്ചര്യജനകമായ കാര്യമാണല്ലോ. എന്താണ് तो फिर मामला क्या, പിന്നെ നിങ്ങൾ തമ്മിലുള്ള എന്താ വിഷയം ഉള്ളത്. അപ്പൊ ഇയാളുടെ മനസ്സിൽ ഒന്നുകൂടി ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, ബാത് ക്യാ ഹെ സറ ഖുൽകർ കഹിയേ. അപ്പൊ ഇയാൾ പറയുന്നത് ആകാംക്ഷയോട് കൂടി എന്താണ്, ബാത് ക്യാ ഹെ, എന്താ വിഷയം, സറ ഖുൽകർ കഹിയേ, നിങ്ങളൊന്ന് തുറന്ന് പറയും. അപ്പോ ഭട്ടാചാര്യ പറയണ കുച്ച് നഹി കുച്ച് നഹി മേരാ ഖയാൽ ഹെ മുझे खामोश ही रहना चाहिए. ഇയാൾ ഭട്ടാചാര്യ പറയണത് ഇല്ല ഒന്നുമില്ല പറഞ്ഞെന്ന് മാത്രം, മേരാ ഖയാൽ എനിക്കാണ് തോന്നി എന്ന് വെച്ചാൽ മുझे खामोश ही रहना चाहिए, ഇല്ല ഒന്നുമില്ല, മുझे खामोश ही रहना चाहिए, ഞാൻ ഉണ്ടാതിരിക്കാണ് നല്ലത്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇയാളെ തന്നെ എന്ത് ചെയ്യാണ്, മെല്ലെ ഹൈഡ് ചെയ്യും പോലെ തോന്നിപ്പിക്കുകയാണ്. അപ്പൊ അതോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ നമ്മളുടെ ഈ നമ്മളെ ആർക്ക് ഘോഷ് ബാബുവിന് ഒരു സംശയം തോന്നി, എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ള ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ഇത്ന കഹ്നെ ബാദ് വാഖി ഭട്ടാചാര്യ ഖാമോഷ് ഹോ ജാതാ ഹൈ. ഇത്രയും പറഞ്ഞുകൊണ്ട് വല്ല ഇയാൾ എന്ത് ചെയ്യണം, മിണ്ടാതിരിക്കണം. ഇതർ ഘോഷ് ബാബു ഇങ്ങനെ ആലോചിക്കണം, സോച്ച്താ ഹൈ കെ കോയി ജരൂരി ബാത് ഹൈ ഇസ്ലിയെ ഇസ്രാർ കർത്ത, എന്തോ വിഷയമുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കേണ്ടതില്ല എന്ന്. എന്താണ് ഇസ്ലിയെ ഇസ്രാർ കർത്ത, അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ്, അവരുടെ ഘോഷ് ബാബു തന്നെ നിർബന്ധിക്കുകയാണ്, അല്ല എന്താണ് വിഷയം നിങ്ങൾ പറഞ്ഞത് പറയുന്നത്. അപ്പം ഭട്ടാചാര്യ പറയണം, ഭട്ടാചാര്യ ബൈ ബതാവന ബാത് ക്യാ ഹെ. ഭട്ടാചാര്യോട് പറയുന്നത് ഭട്ടാചാര്യ ബൈ എന്നുള്ള ചെറുകിട ബൈ എന്ന് പറയുന്നത്, ബതാവന ബാത് ക്യാ ഹെ, എന്താണ് വിഷയം എന്നുള്ളത് പറഞ്ഞു തരും. അപ്പൊ പറയണത് ബാത് ഹെ ഭി ഓർ കുച്ച് ബി നഹി, കാര്യം പറയുകയാണെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാണോ. മേരാ മത്ലബ് ഹെ കമസ്കം ഗുപ്ത ബാബു, ഞാൻ ഉദ്ദേശിച്ചേ ഗുപ്ത ബാബു തന്നെയെങ്കിലും. ഗുപ്ത ബാബു എന്താ സംഭവിച്ചത്, നഹി മേ കുച്ച് നഹി കഹൂംഗ, നഹി മേ കുച്ച് നഹി കഹൂംഗ, ഇല്ല ഒന്നുമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പൊട്ടെന്നാലും പറയണേ. ഇതൊക്കെ എന്ന് വെച്ചാൽ അയാളുടെ ഒരു താല്പര്യം, ജിജ്ഞാസ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാളുടെ ഒരു ഷുവറിറ്റി, അയാളുടെ ഒരു ഉറപ്പ് കൊടുക്കണത് ഞങ്ങളുടെ സ്വന്തമാണ് എന്നുള്ളത് അതിനു വേണ്ടി ചെയ്യുന്ന പണികളാണ്.
അപ്പൊ ഘോഷ് ബാബു എന്ത് ചെയ്യണപ്പോ നമ്മളെ ഘോഷ് ബാബു എന്ത് ചെയ്യണേ ഭട്ടാചാര്യക്കോ പരമാത്മാ കാ വാസ്ത ദേക്കർ കാത്ത നമ്മൾ ഘോഷ് ബാബു എന്ത് ചെയ്യാണ് ഭട്ടാചാര്യോട് പറയണത് പരമാത്മാ കാ വാസ്ത ദേക്കർ പരമാത്മാവിന്റെ മീൻസ് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയണത് कहता है कि उसे वो बात जरूर बतानी पड़ेगी ആ നിങ്ങൾ അങ്ങനെയാവുമ്പോൾ നിങ്ങളെ പറയാതെ എന്നുവെച്ചാൽ ഇപ്പൊ എന്താണ് ഘോഷ് ബാബുവിന് നിർബന്ധത്തിന് വഴങ്ങി ഭട്ടാചാര്യ പറയാണെന്നുള്ളത് എത്തി एक बार इंकार करने के बाद भट्टाचार्य राजदाराना लहजे में कहता है അപ്പൊ